പ്രസൻസ് ബിഫോർ ബർത്ത്. ജീവിതയാത്രയിൽ ചിലർ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമാകുന്നു, എന്നാൽ നമുക്ക് മുൻപേ കടന്നു പോകുന്നു. അവരില്ലാതായാലും അവരുടെ ഓർമ്മകളും വാക്കുകളും എന്നും നമ്മോടൊപ്പം നിലനിൽക്കുന്നു. കേൾക്കുമ്പോൾ തികച്ചും സാധാരണമായി തോന്നിയാലും ഒരാളുടെ മനസ്സിനെ പിടിച്ചു കൊലുക്കുവാൻ സാധിക്കുന്നവയാണിവ. എന്നാൽ ജനിക്കുന്നതിന് മുൻപ് മരിച്ച ഒരാളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണമെങ്കിൽ വേർപിരിഞ്ഞു പോയ ആ മനുഷ്യന് ആ പിഞ്ചു കുഞ്ഞിനോട് എത്രമാത്രം സ്നേഹം ഉണ്ടായി കാണണം. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ആ കുട്ടിയെ ഒരു നോക്ക് കാണാതെ യാത്രയാകുമ്പോൾ ഉണ്ടാകുന്ന വേദന അസഹനീയമാണ്, അല്ലേ? പക്ഷേ അവിടെയാണ് ഈശോയുടെ അത്ഭുതം. കാണാത്ത സ്നേഹം, കേൾക്കാത്ത വാക്കുകൾ, അത്രയും അടുത്തൊരു ബന്ധം. അതെ, ഇത് യാഥാർത്ഥ്യമാണ്. നാം മരിച്ചവരെ മറക്കുന്നില്ലെങ്കിൽ അവർ മരിച്ചിട്ടില്ല എന്ന ജോർജ് എലീറ്റിന്റെ വാക്ക് ഇതിന് ഉദാഹരണമാണ്. എന്നെ 9 മാസം ഗർഭിണി ആയിരിക്കുമ്പോഴാണ് എന്റെ മമ്മിയുടെ പപ്പ മരിക്കുന്നത്. അതായത് എന്റെ അപ്പച്ചൻ. അപ്പച്ചന് എന്നെ വലിയ ഇഷ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായി ഉണ്ടായ ആൺകുട്ടിക്ക് ശേഷം എല്ലാവരും പെൺകുഞ്ഞു വേണം എന്ന് ആഗ്രഹിച്ചു. ദൈവം അത് കേട്ടുട്ടോ. അതാണ് ഞാൻ. എനിക്ക് അപ്പച്ചനെ പറ്റി ഒന്നും നേരിട്ട് അറിയില്ല, പക്ഷേ മമ്മി പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞാൻ ഈശോയോട് പറയും, എന്റെ ഈശോയെ, നീ എന്ത് പണിയെ കാണിച്ച്? എനിക്കൊന്നും എന്റെ അപ്പച്ചനെ ഒരു നോക്ക് കാണാൻ കഴിയുന്നതിന് മുൻപേ നീ അങ്ങ് വിളിച്ചുല്ലോ. മമ്മിയും ചേട്ടായും അപ്പച്ചനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. അപ്പച്ചന്റെ മരണശേഷം മമ്മിയും വീട്ടുകാരും വീട് മാറേണ്ടി വന്നു. ആ ബഹളത്തിനിടയിൽ അപ്പച്ചന്റെ ഫോട്ടോകളെല്ലാം നശിച്ചുപോയി. പക്ഷേ ഇവർ പറഞ്ഞ ഈ സാഹസ കഥകളിലെല്ലാം ഞാൻ എന്റെ അപ്പച്ചന് ഒരു രൂപം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. സത്യത്തിൽ അപ്പച്ചൻ ഞങ്ങളുടെ വീടിന്റെ എല്ലാമായിരുന്നു. ആൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. വളരെ ഉഷാറായി നടന്ന ആളാ പെട്ടെന്ന് മരിച്ചത്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. മരിക്കുന്നതിന്റെ തലേന്ന് മമ്മിയും ചേട്ടായും അപ്പച്ചനെ കാണാനും സുഖവിവരങ്ങൾ അന്വേഷിക്കാനും വീട്ടിൽ ചെന്നിരുന്നു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞതാ, മോളെ, വീട്ടിൽ ഇന്നൊരു ദിവസം നിന്നിട്ട് പോവാം. പക്ഷേ വീട് പണി നടക്കുന്നത് കൊണ്ട് മമ്മിക്ക് വീട്ടിലേക്ക് പോരേണ്ടി വന്നു. പിറ്റേന്നാണ് അപ്പച്ചൻ മരിക്കുന്നത്. മമ്മിക്ക് അപ്പച്ചൻ എന്ന് പറഞ്ഞ ജീവനാ. അപ്പച്ചനും അങ്ങനെയായിരുന്നു. ഞാൻ മമ്മിയുടെ ഗർഭപാത്രത്തിലാണെങ്കിലും അപ്പച്ചൻ വീട്ടിൽ വന്നാൽ എന്നോട് എന്തെങ്കിലും സംസാരിക്കാതെ പോവുകയില്ല എന്നാ മമ്മി പറയുന്നത്. മിക്കവാറും സംസാരം അപ്പച്ചൻ ഈ ഡയലോഗ് കൊണ്ട് അവസാനിപ്പിക്കാറ്. ചിന്നൂസേ, ദേ അപ്പച്ചൻ തിരിച്ചു പോവാണ്ടാ. അപ്പച്ചന് മോനെ വലിയ ഇഷ്ടാ. അപ്പച്ചൻ എന്തെങ്കിലും പറ്റിയാ നീ എന്നെ മറക്കോടി. ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാവരുടെയും മുഖം കറുക്കും. അപ്പച്ചനെ നിസ്സാരവത്കരിക്കാറാണ് പതിവ്. പക്ഷേ അതെന്തോ സത്യമായി തീരുകയും ചെയ്തു. മമ്മിക്ക് അപ്പച്ചൻ മരിച്ച ആ ദിവസം ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അപ്പച്ചൻ മരിച്ചതിന്റെ വിഷമത്തിൽ മമ്മി തലകറങ്ങി വീട് ആശുപത്രിയിലായി. ആശുപത്രിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ തകിടം പറഞ്ഞു. ഇപ്പോ കുഞ്ഞിനായി പ്രശ്നം. കുഞ്ഞിനടക്കമില്ല. കുറച്ചു കഴിഞ്ഞ് കുട്ടിക്ക് പ്രശ്നമില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. ആ ദുഃഖത്തിലേക്ക് ഞാൻ ഒരു ആശ്വാസമായി വന്നു. ആ സങ്കട കടലിൽ നിന്ന് മോചിതയാവാൻ മമ്മിക്ക് ഒരുപാട് കാലങ്ങൾ വേണ്ടി വന്നു. ഡെയിലി അപ്പച്ചനെ പറ്റി പറയും. ഇടയ്ക്കിടെ അതോർത്ത് കരയും. കൂടെ ഞാനും. ഞാൻ ജനിച്ചപ്പോൾ അപ്പച്ചന്റെ ചിരി ഈ ലോകത്തില്ലായിരുന്നു. പക്ഷേ അതിന്റെ തിളക്കം ഇന്നും ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പച്ചൻ എന്നും ഞങ്ങളുടെ ഓർമ്മകളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അമ്മ വീട്ടിൽ പോയപ്പോൾ അച്ചാച്ചൻ അപ്പച്ചന്റെ ഫോട്ടോ പഴയ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ അത് എന്നെ കാണിക്കാനാണ് തിടുക്കം കൂട്ടിയത്. കാരണം ഞാൻ ശരിക്കും അപ്പച്ചനെ പോലെയാണെന്ന് മമ്മി പറയും. അതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അപ്പച്ചന്റെ സാമ്യം എല്ലാവരും കണ്ടെത്തുമായിരുന്നു. നടത്തം, സംസാര ശൈലി, ഇരുത്തം, അങ്ങനെ. സത്യത്തിൽ അപ്പച്ചന്റെ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞാനും ആ സമയത്തുണ്ടായി എന്ന് തോന്നിപ്പോകും. അങ്ങനെ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അപ്പച്ചൻ. മുലപ്പാലിലൂടെ അമ്മയുടെ സ്നേഹം മാത്രമാണോ കുഞ്ഞിലേക്ക് എത്തുന്നത്? എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരും അവരുടെ ഓർമ്മകളും കുട്ടിക്കും പ്രിയപ്പെട്ടതായിരിക്കും എന്നതാണ്. ജനിക്കുന്നതിന് മുൻപ് തുടങ്ങുന്നതാണ് അമ്മയുടെ സ്നേഹം. അമ്മയുടെ ഹൃദയ താളത്തിൽ വളരുമ്പോൾ, അമ്മയുടെ രക്തം നമ്മുടെ ജീവനാകുമ്പോൾ ആ രക്തത്തിലൂടെ ഓർമ്മകളും പങ്കുവെക്കപ്പെടുന്നു. മരണം ഒന്നിനും അവസാനമല്ല, അത് പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. യോഹന്നാൻ 11:25 ഇങ്ങനെ പറയുന്നു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതിനുശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്ന പ്രത്യാശയാണ് ഓരോ മനുഷ്യനെയും നയിക്കുന്നത്. മരണം വേദന ഉണ്ടാക്കാം, പക്ഷേ ദൈവത്തിന്റെ സ്നേഹം, കരുണ, പ്രത്യാശ നമ്മെ വീണ്ടും ആനന്ദത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതിനുദാഹരണമാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിലെ 8-ാം അധ്യായം. മരണം അന്തിമമല്ല, പ്രത്യാശയുടെ വാതിലുകൾ തുറക്കുന്ന ഒരു വഴി മാത്രമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, മരണം അവസാനമല്ല, അത് പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ്. മരണം പേടിക്കേണ്ട ഒന്നല്ല, അത് ദൈവത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. ഇതുതന്നെയാണ് ഓരോ മനുഷ്യനെയും ഈ വേർപാടിന്റെ ദുഃഖത്തിൽ നിന്ന് മോചിതരാക്കുന്നതും അവരെ മുന്നോട്ട് നയിക്കുന്നതും.
ഇന്നത്തെ ലോകത്ത് സ്വാർത്ഥതയ്ക്കും സമ്പത്തിനും പിറകെ പോകുമ്പോൾ തനിക്ക് സ്വർഗജീവിതം വേണം എന്ന ആഗ്രഹം നഷ്ടപ്പെടുന്നു. ഈ ആഗ്രഹത്തെ തിരികെ പിടിക്കുവാനും ദൈവത്തിലേക്ക് കൂടുതൽ അടുത്ത് നന്മകൾ ചെയ്യുവാനുമുള്ള ആഹ്വാനമാണ് ഓരോ നവംബർ മാസത്തെ ആചരണങ്ങളും നമുക്ക് മുൻപിൽ തുറന്നു വെക്കുന്നത്.